ഹായ് ഇവരോൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു വി കോളർ മോഡിഫൈഡ് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് പറഞ്ഞു തരുന്നത്. ഇവിടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് ബാക്ക് മാത്രമായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കണ്ട ഇതുപോലെ റോങ് സൈഡ് എടുത്ത് രണ്ടായിട്ട് മടക്കി ഇട്ടു. ആദ്യം തന്നെ താഴെ നമ്മൾ ലെവലിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ട ലെങ്ത് പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചൂടെ കൂട്ടി ഇതുപോലെ ഒരു മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മുടെ ഷോൾഡറിന്റെ പകുതി പ്ലസ് ഒരു 1/2 ഇഞ്ചൂടെ ആഡ് ചെയ്യണം. ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടെ നേരെ താഴത്തേക്ക് ഒരു ലൈൻ കൊടുത്ത് അവിടെ നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ തന്നെ ആം ഹോൾ ആയിട്ട് കൊടുക്കാം, പക്ഷേ ആം റൗണ്ട് ചെക്ക് ചെയ്ത് നോക്കണം ജസ്റ്റ് ലൈൻ വരച്ചിട്ട്. പലരും ആ ഒരു കാര്യം ചെക്ക് ചെയ്യാത്തതിന് ചിലപ്പോൾ റിഗാളി ടൈറ്റ് ആവുകയും ലൂസ് ആവുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇവിടെ ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന്റെ 4 1/2 ഇഞ്ച് ലൂസോ 3/4 ഇഞ്ച് ലൂസോ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3/4 ഇഞ്ച് ലൂസാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കോട്ടൺ ഫാബ്രിക്കാണ്, നല്ല ചൂട് കാലാവസ്ഥയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ലൂസിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ നമുക്ക് ആം റൗണ്ട് വളരെ ഈസി ആയിട്ട് ഇതേപോലെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഷോൾഡർ തൊട്ട് മിഡ് വേസ്റ്റ് വരെയുള്ള ലെങ്ത് പ്ലസ് ഒരു 1/2 ഇഞ്ചും കൂടി ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് വേസ്റ്റ് റൗണ്ടിന് 4 ഡാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ചും പിന്നെ നമ്മൾ മുകളിൽ എത്രയാണോ ലൂസ് കൊടുക്കുന്ന സെയിം ലൂസും പിന്നെ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ചും കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ തൊട്ട് ഹിപ്പ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ലൈൻ കൊടുത്തിട്ട് അവിടെ നമ്മുടെ ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ സീറ്റ് റൗണ്ട് ഇതിൻ്റെ 4 നമുക്ക് 3/4 ഇഞ്ച് ലൂസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ലൈനെല്ലാം ഇതേപോലെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. തയ്യൽ തുമ്പിൻ്റെ പോയിന്റ്സ് എല്ലാം തമ്മിൽ ഇതുപോലെ ലൈൻസ് ചെയ്ത് കൊടുത്തു. സ്റ്റിച്ച് ചെയ്യുന്ന പോർഷൻസ് നമുക്ക് അറിയാമല്ലോ. ഈ ഒരു പോർഷൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന കറക്റ്റ് ആ ഒരു ലെവലിന് ഇതേപോലെ ഈ ലൈൻസും കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി ഡാർട്ട് മാർക്ക് ചെയ്യാനായിട്ട് വേസ്റ്റ് റൗണ്ടിന്റെ 4/1 പകുതി ഇതുപോലെ മാർക്ക് ചെയ്യുക. അവിടുന്ന് മുകളിലോട്ടൊരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. രണ്ട് സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് ലൈൻസ് കൊടുക്കുക. ഇതുപോലെ ഡാർട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഫ്ലെയർ കൊടുക്കണം. ഒന്നിൽ ഈ ഹിപ്പ് റൗണ്ടിന്റെ 4/1 ഇരട്ടി വേണമെങ്കിൽ ഫ്ലെയർ കൊടുക്കാം. പിന്നെ നമുക്ക് ക്ലോത്തിന്റെ വീതിക്ക് അനുസരിച്ച് മിഡ് വേസ്റ്റിൽ നിന്ന് ഇതേപോലെ ആ ഒരു ഹിപ്പിലേക്ക് ചരിച്ച് വെച്ചിട്ട് ഇതുപോലെ ലൈൻ കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് താഴ്ഭാഗത്തായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കർവ് വരച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് സ്കെയിൽ വെച്ച് വരച്ചാലും മതി. ഇനി നെക്ക് വിഡ്ത്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്ക് വിഡ്ത്തിന്റെ ഹാഫ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരല്പം വൈഡിലാണ് കൊടുത്തിട്ട് 4.5 ഇഞ്ച് വൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അതിനനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് 2 ഇഞ്ച് നെക്ക് ലെങ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കർവ് കൊടുക്കുക. ഇനി ആ ഷോൾഡർ സ്ലോപ്പ് 3/4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം 2 ഇഞ്ചല്ലേ ഉള്ളൂ ബാക്കിൽ നമുക്ക് നെക്ക് ലെങ്ത്. അപ്പോൾ ഇതുപോലെ സ്ലോപ്പ് 3/4 ഇഞ്ച് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3/4 ഇഞ്ചും തയ്യൽ തുമ്പൊക്കെ പോയിട്ട് ആം റൗണ്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കി വേണം നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ബാക്കിയുള്ള ക്ലോത്ത് ഇതേപോലെ തേര് ഭാഗം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ വിട്ടിട്ട് വേണം നമ്മൾ ഇതിന്റെ സൈഡിലേക്ക് നമ്മുടെ ബാക്ക് പാർട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ഞാൻ ഫ്രണ്ട് ഓപ്പൺ മെത്തേഡ് ചെയ്യുന്നത് കൊണ്ടാണ് 3/4 ഇഞ്ച് ഇതുപോലെ വിട്ടിട്ടും വെച്ച് കൊടുക്കുന്നത്. കാരണം 1/2 ഇഞ്ച് ഓവർലാപ്പ് ചെയ്ത് വരാനും 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഈ നെക്കിന്റെ ഈ ഒരു ലെവലായിട്ട് ഇതേപോലെ വരച്ച് ബാക്കിയൊക്കെ സെയിം അതേപോലെ തന്നെ ട്രേസ് ചെയ്ത് എടുക്കുക. ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ടെല്ലാം വരച്ച് കൊടുത്തേച്ച് നമുക്ക് ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ബാക്കി ലൈൻസ് എല്ലാം നമ്മൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെയിം ഒരു വ്യത്യാസം ഇല്ലാതെ വരച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ആം റൗണ്ട് ഒക്കെ നമ്മൾ കറക്റ്റ് മെഷർ ചെയ്ത് നോക്കി വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. കാര്യം ഫ്രണ്ടിൽ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒക്കെ ഒരു 3/4 ഇഞ്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നോക്കി തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 3/4 ഇഞ്ച് കൂടെ ആഡ് ചെയ്ത് വേണം മാർക്ക് ചെയ്യാൻ. കാരണം ഫ്രണ്ട് ഓവർലാപ്പ് ചെയ്ത് പോകുന്നു സീം എലവൻസും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ആയിക്കോളും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 1/4 ഇഞ്ച് നെക്ക് ലെങ്തിൽ ഇതേപോലെ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ പോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 1/2 ഇഞ്ച് ആവണം നെക്ക് ലെങ്ത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് നിങ്ങൾക്ക് തയ്ച്ച് തീർന്ന് കഴിയുമ്പോൾ കിട്ടേണ്ട നെക്ക് ലെങ്ത്, ആ ഒരു നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വി പോലെ നിങ്ങൾക്ക് ഫോം ചെയ്ത് കിട്ടുക. അത് ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യില്ല. നമ്മൾ ബാക്കിലേക്ക് ഒരു നല്ല ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഫ്രണ്ടിലേക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ഇനി ഫേസിങ് വെക്കുന്ന ഫാബ്രിക് എടുക്കാനായിട്ട് എത്രയാണോ നെക്ക് വിഡ്ത്ത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ ഇതേപോലെ നമ്മളൊരു ഫാബ്രിക് ഇതേപോലെ മടക്കി ഇട്ടിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് നേരിയ താഴത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് നേരിയ താഴത്തേക്ക് നമ്മൾ എത്രയാണോ നമ്മുടെ ഗാർമെന്റിന്റെ ഫുൾ ലെങ്ത് സെയിം ആ ഒരു ലെങ്ത് താഴെ വരെ ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇതൊരു ചെറിയൊരു പൈപ്പിംഗ് പോലെ കൂടെ ഫോം ചെയ്ത് വരണം, അതുകൊണ്ടാണ് ഞാൻ താഴെ വരെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എത്രയാണോ നെക്ക് ലെങ്ത് പ്ലസ് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി ഇതുപോലെ ലൈൻ കൊടുത്തിട്ട്
ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് ഈ ഒരു വീതി വേണമെന്നില്ല. ഇവിടെ നമുക്കൊരു 3 ഇഞ്ച് വീതിയിൽ നേരെ ഇതുപോലെ താഴത്തോട്ട് ലൈൻ കൊടുക്കുക. താഴെ സെയിം വിഡ്ത്ത് ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ചരിച്ച് വരച്ച് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉള്ള വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിനെ ഈ ഒരു ഷേപ്പിൽ കണ്ടോ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെ ഞാനിങ്ങനെ ഇതുണ്ട് ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഈ ലൈൻ ചരിച്ച് വരച്ച് നമുക്കതവിടെ ബാക്കിൽ വെക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ. അങ്ങനെ സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും തന്നെ ഇല്ല. എനിക്ക് ഈ ഒരു ഫാബ്രിക്കിൽ കറക്റ്റ് ലെങ്ത് താഴെ വരെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്തൊരു പീസിനെ ഇതേപോലെ വെക്കുന്നുണ്ട്, എക്സ്ട്രാ ഇതുപോലെ ആഡ് ചെയ്ത്. ഇനി കട്ട് ചെയ്ത ഫാബ്രിക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ജോയിന്റ് ആയി വരും കണ്ടോ. ഇത് ഇതേപോലെ നമ്മുടെ കറക്റ്റ് ഈ ഒരു സെന്റർ പാർട്ടിൽ വെക്കും കണ്ടോ. ഇവിടെ ലെങ്ത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു പീസ് കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത്. ഇനി ഈ ഫാബ്രിക് ഒന്ന് കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാനായിട്ട് ഞാൻ ഫ്യൂസിങ് ഷീറ്റ് ഇതിലേക്ക് വെച്ച് കംപ്ലീറ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കുറച്ചും കൂടി നല്ലതായിട്ട് നിൽക്കും നമുക്ക്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ വെച്ച് അയൺ ചെയ്യുമ്പം ബാക്കിയുള്ള പീസിലേക്ക് കൊള്ളാതെ വേണം ചെയ്യാനായിട്ട്. നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇതുപോലെ രണ്ട് സൈഡും ഒരേ സൈഡിലേക്ക് വെക്കാതെ റോങ് സൈഡ് വേണം ഇതിലേക്ക് വെച്ച് പതിപ്പിക്കാനായിട്ട്. ഇടയ്ക്കത്ത് വരുന്ന ഈ ഒരു ഫാബ്രിക് ഒക്കെ നമുക്കിനിയും സ്ലീവിനൊക്കെ നമുക്കിനി ആവശ്യമായിട്ട് വരും. എന്നിട്ട് ഇനി നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 4 സൈഡൂടെ ഒന്ന് ഓവർലോക്ക് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയൽ ആണ്ട് ഇങ്ങനെ നൂലിങ്ങനെ എഴിഞ്ഞ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നല്ല വശത്തിലേക്ക് ഇതേപോലെ നല്ല വശം ഇതുപോലെ അരികി ചേർത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു സൈഡ് നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് മുകളിൽ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ഇടാം. നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വന്ന് വേണം താഴത്തേക്ക് വരാൻ. ഇവിടെ നമ്മൾ ഇവിടുന്ന് 1/2 ഇഞ്ച് താഴത്തേക്ക് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് അവിടെ നേരെ താഴത്തേക്ക് നമ്മൾ 1/4 ഇഞ്ച് വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ. ഇതേപോലെ 1/2 ഇഞ്ച് മാത്രം താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ നേരെ 1/4 ഇഞ്ചിൽ ഇതേപോലെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഈ കോർണർ വരുമ്പോൾ നമുക്ക് നല്ലതായിട്ട് കിട്ടാനായിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് 2-3 ആയിട്ട് ഒരു നൂലിനെ ഇതുപോലെ മടക്കിയിട്ട് കണ്ടോ, ഈ സൂചിയിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റെപ്പ് ഒന്ന് സൂചി മുന്നോട്ടേക്ക് ആക്കിയിട്ട് ഈ നൂലിനെ ബാക്കിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ താഴത്തേക്ക് 1/4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള ലോക്കിങ്ങിൻ്റെ ആ ഒരു ഇത് നമ്മൾ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വിട്ടിൽ വരാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴെ വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തേച്ചും നമുക്കിനി ഈ ഒരു കോർണർ കണ്ടോ, ഇത് ഈ ഒരു പാർട്ട് നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു പാർട്ട് നമ്മളിനി ഇത് കട്ട് ചെയ്ത് മാറ്റണം. ആ ഒരു കോർണർ വരുന്നിട്ട് ഒരു കട്ടിങ് കൊടുക്കണം, എന്നാലും നമുക്ക് ഈസി ആയിട്ട് അത് തിരിഞ്ഞ് കിട്ടുകയുള്ളൂ. കണ്ടോ, ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളിതേ ഉള്ളിലൊരു നൂല് വെച്ചിട്ടില്ലേ, ആ നൂലിനെ ഇതേ നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഈ ഒരു കോർണർ നല്ല ഷാർപ്പായിട്ട് കിട്ടും. കണ്ടോ, ഇതേപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ നൂലിനെ ഇതേപോലെ ഒന്ന് വലിച്ചു കളഞ്ഞാൽ മതി, അവിടെ ഇങ്ങനെ നൂലിരിക്കത്തില്ല. അപ്പോൾ ഇതേപോലെ നല്ലതായിട്ട് കിട്ടാൻ ഇതുപോലെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അയൺ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ടോപ്പ് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ നെക്ക് ലെങ്ത് എവിടെയാണോ ആ നെക്ക് ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ താഴത്തേക്ക് ടോപ്പ് സ്റ്റിച്ച് ഇട്ടാൽ മതി. മുകളിൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ നെക്ക് ലെങ്ത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ കണ്ടോ പൈപ്പിംഗ് പോലെ ഒന്ന് ഞാൻ ഇതുപോലെ തെള്ളി വെച്ചിട്ടാണ് താഴത്തേക്ക് ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് താഴെ വരെ നമ്മൾ ഇതേപോലെ ആ ഒരു പൈപ്പിംഗ് പോലെ വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാൻ. മുകളിലേക്ക് നമ്മൾ അയൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ 2 ഭാഗം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ട കാര്യം കറക്റ്റ് നെക്ക് ലെങ്ത് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കാവുന്നതാണ്. കണ്ടോ, എന്നിട്ട് നല്ലതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി നമ്മൾ ഷോൾഡറും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മുടെ എല്ലാ കുർത്തികളും ചെയ്യുന്ന പോലെ തന്നെയാണ്. ബാക്ക് നെക്ക് ലെങ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ബാക്കിലും ഞാൻ ബയാ സ്ട്രിപ്പ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ബയാ സ്ട്രിപ്പിനെ മുന്നിലേക്ക് വെച്ച് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ഇടുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു ലെവൽ ഒരേപോലെ നിൽക്കും. അപ്പോൾ നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ക്ലോത്തിനെ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് നേരെ താഴത്തേക്ക് മടക്കിയിട്ടുണ്ട്. ബാലൻസ് ഉള്ള കുറച്ചുണ്ടായിരുന്ന ഒരു ക്ലോത്ത് ആയത്. അപ്പോൾ ആ ഒരു ലെങ്തിൽ ഞാൻ സ്ലീവ് ലെങ്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ 14 ഇഞ്ച് ലെങ്തിലേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടു. സ്ലീവ് ലെങ്ത് നമ്മൾ എത്രയാണ് നമുക്ക് സ്ലീവ് ലെങ്ത് വേണ്ടത് പ്ലസ് അതിൻ്റെ 1 ഇഞ്ചൂടെ കൂട്ടി വേണം ഇതുപോലെ മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിനി ആം റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബോഡി പാർട്ടിൽ നിന്നുള്ള ആം റൗണ്ടിനെക്കാട്ടിലും 2 ഇഞ്ച് ഞാൻ കൂടുതൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ ഉള്ള ഫാബ്രിക്കിൽ കുറച്ച് പ്ലീറ്റിനേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ നേരെ താഴത്തേക്ക് സ്ലീവിൻ്റെ ഡെപ്ത് ആണെങ്കിൽ നോർമലി കൊടുക്കുന്നതിനേക്കാട്ടിലും 2 ഇഞ്ചൂടെ കൂട്ടിയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാര്യം പഫിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടെ നേരെ ഇതേപോലെ ഒരു കർവ് ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നേരെ താഴെ സ്ലീവ് റൗണ്ടും ഒരു ചെറിയ ലൂസ് കൊടുത്താണ്, ഒരുപാട് അങ്ങ് ഒട്ടിക്കിടക്കണ്ട എന്നുള്ളത് കൊണ്ട് കൈയൊക്കെ മടക്കുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ചൊരു ഫ്രീ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് ക്ലാസ് ഒക്കെ എടുക്കും ബോർഡിലൊക്കെ എഴുതാനൊക്കെ ആണെങ്കിൽ കൈയൊക്കെ ഫ്രീ ആയിട്ട് മടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലൂസ് ഇട്ട് സ്ലീവിന് കുറച്ച് ലൂസ് ഒക്കെ ഇട്ട് ചെയ്യുന്നത് കേട്ടോ.
അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ട് ആം ഹോളിൻ്റെ പോർഷൻ നമ്മൾ ഇതേപോലെ കുഴിച്ചു വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് താഴത്തേക്ക് നമുക്കൊരു നമ്മുടെ കോളറിന് വെച്ചിട്ടുള്ള ഒരു സെയിം ഫാബ്രിക് വെച്ചിട്ട് ഞാനൊരു ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. സ്കാലപ്പ് ബോർഡർ ആണ് ചെയ്യുന്നത്. ഇതിന് വിഡ്ത്ത് ഞാൻ 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2 ഫാബ്രിക് ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ചിട്ട് ബാലൻസ് ഉള്ളതിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്യൂസിങ് ഷീറ്റ് ഞാൻ ഇതിലേക്കൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഫ്യൂസിങ് ഷീറ്റ് ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ സ്കാലപ്പ് വരച്ചു കൊടുക്കുന്നത്. സ്കാലപ്പ് ഒന്ന് വരയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബുക്കിൻ്റെ ഒരു പുറന്താൾ എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വിട്ട് ഞാനൊരു 1/2 ഇഞ്ച് ചെറിയ സ്കാലപ്പ് കേട്ടോ, അതായത് 1 ഇഞ്ച് വീതി വരുന്ന സ്കാലപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ വരച്ചിട്ട് അവിടെ നേരെ താഴത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ താഴെ വരെ ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ വീതി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് വേണ്ടതേ ഇവിടുന്ന് ഇതേപോലൊരു കേർവ് ഞാനൊരു 1/2 ഇഞ്ച് ഡെപ്തിൽ, അത്രയും ആ ഒരു ഡെപ്തേ കൊടുക്കുന്നുള്ളൂ. വലുതായിട്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു വിഡ്ത്തും ലെങ്തും ഒക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് കണ്ട ഈ ഒരു സൈസേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഈ ഒരു പീസ് എടുത്തിട്ടില്ലേ, ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലൊന്ന് ലൈൻ കൊടുക്കുക. നമുക്ക് സീം അലവൻസിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, സ്ലീവിന് ബോർഡർ വെക്കാൻ എടുത്തതിൻ്റെ ഈ ഒരു സെൻറ്റർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു സെൻറ്ററിലേക്ക് നമ്മളിപ്പോൾ സ്കാലപ്പിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടില്ലേ, ആ കട്ട് ചെയ്ത് എടുത്തതിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ കറക്റ്റായിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസിനെ സെൻറ്റർ ഇതുപോലെ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു കേർവ് വരുന്നത് ഇത്രയും ഈ ഒരു ഇതേ കിട്ടുള്ളൂ കേട്ടോ. താഴത്തേക്ക് വരയ്ക്കുന്ന ആ ഒരു കേർവ് നമുക്ക് സ്കാലപ്പിന് കിട്ടുകയില്ല. കണ്ടോ 2 പീസ് ഇതുപോലെ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ വരുന്ന ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അതേ കിട്ടുള്ളൂ കേട്ടോ. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് വിട്ടിലും ഇതിലല്ല ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ പീസും ഇതേപോലെ വെച്ച് നമുക്ക് ട്രേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. 2 സ്ലീവിലും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ കൃത്യമായിട്ടും കണ്ടോ ഇവിടെ നിന്നായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ ഇവിടെ നിന്ന് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മുടെ സ്ലീവിൻ്റെ റോങ് സൈഡിൽ വേണം ഇത് ഇതേപോലെ വെക്കാനായിട്ട്, നല്ല വശത്തിലേക്ക് മറിക്കാനായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ടും കണ്ടോ ഇവിടെ തുടങ്ങിയാൽ മതി. ഇവിടെ നേരെ ഒരു സ്റ്റിച്ച് ഇതുപോലെ വന്നു. എന്നിട്ട് കേർവ് നമ്മൾ ആ വരച്ച് വെച്ചിട്ടില്ലേ, ഈ ഒരു കേർവ് ഇതേപോലെ കണ്ടോ ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ അവിടെ ഒന്ന് കുത്തി നിർത്തി. എന്നിട്ട് കണ്ടോ വി പോലെ വന്ന് കുത്തി നിർത്തി നമ്മൾ ആ ഒരു കേർവിൽ കറക്റ്റ് അതിലൂടെ നമ്മൾ കംപ്ലീറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കണ്ടോ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പോയിന്റ് സീം അലവൻസ് നിർത്തി കട്ട് ചെയ്താൽ മതി. കണ്ടോ ഇതുപോലെ ആ ഒരു വി പോലെ വരുന്നിടം ഒന്ന് ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്ത് വേണം നമ്മൾ ഇതേപോലെ കംപ്ലീറ്റും കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ ഇതുപോലെ കംപ്ലീറ്റ് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വീതി കൊടുക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ചെറിയൊരു പഫ് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് കണ്ടോ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും വളരെ തിന്നായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതേ ഉള്ളൂ. കാര്യം ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ചേ ഉള്ളൂ പഫിനായിട്ട്. അപ്പോൾ കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഇതിനിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം എനിക്ക് സ്ലീവിന് ഒരു കുറച്ചൊന്ന് മൂവ്മെൻറ്റ്സിനും കാര്യങ്ങൾക്കും കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ബോഡി പാർട്ടിന്റെ സൈഡുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർമെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതേപോലെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇനി ഫ്രണ്ടിൽ ഇനി ബട്ടൺ ഹോളോ അല്ലെങ്കിൽ ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഷോയ്ക്ക് വേണമെങ്കിൽ ബട്ടൺ കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ ഡമ്മിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡമ്മിയിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ ഒരു സൈഡിലെ ബട്ടൺ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഹുക്കിന്റെ ലൂപ്പും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബാക്കിയൊക്കെ വേണം നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഷോയ്ക്ക് മാത്രം ബട്ടൺ കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ നമുക്ക് ബട്ടൺ ഹോളും വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ആ രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. താഴെ ചെറിയൊരു ഓപ്പൺ പോലെ ഫ്രണ്ടിൽ വിടണം. അപ്പോൾ നമ്മുടെ ഗാർമെന്റിന്റെ ഫൈനൽ ലുക്കാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Anywhere at any time through online. Estech, made to create, share to inspire.